പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്ന നാം എല്ലാവരും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കായി പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ തിരുവചനം നമ്മോട് പറയുന്നു, ഈ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കി മാറ്റുന്നു എന്ന്. ഈ ലോകവസ്തുക്കളെല്ലാം നശ്വരങ്ങളാണെന്നും ഇവയൊന്നും നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നും യേശു പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 6:27 യേശു പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. യേശു തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പം യേശു തന്നെയാണ്. യേശുവിനെ സ്വന്തമാക്കുകയാണ് ഈ ലോക ജീവിതത്തിലൂടെ നാം നേടേണ്ടത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും കരുണാനിധിയായ ദൈവം നമ്മെ തേടി വരികയാണ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമ്മുടെ പാപഭാരങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുവാനായി യേശുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. യേശു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഇന്നും നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുകയാണ്. ഇവയൊന്നും നാം മനസ്സിലാക്കാതെ നാം ഈ ലോക നേട്ടങ്ങളുടെ പിന്നാലെ, ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ നാം പായുകയാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, വിശ്വസ്തത പുലർത്താത്തവരെ എന്ന് വിളിച്ചത്. ലോകത്തിൻ്റെ നേട്ടങ്ങൾ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുകയില്ല. എല്ലാ നേട്ടങ്ങളെയും ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് നമുക്കൊരു ദിവസം ഈ ലോകം വിട്ട് പോകേണ്ടതായി വരും. അതിനാൽ നാം ആത്മരക്ഷയാണ് ലക്ഷ്യം വയ്ക്കേണ്ടത്. യാക്കോബ് 4:5 തിരുവചനം പറയുന്നുണ്ട്, നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്, അത് ദൈവത്തിനുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:26 തിരുവചനം പറയുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും എന്ന്. ലോക സുഖങ്ങൾ നേടണമെങ്കിൽ നാം നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. ഈ ലോകം തരുന്ന സന്തോഷം താൽക്കാലികമാണ്, എന്നാൽ ദൈവം തരുന്ന സന്തോഷവും സമാധാനവും ശാശ്വതമാണ്. യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. യേശു നേടിത്തന്ന രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നാം വിശുദ്ധിയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. പാപത്തെയും പാപസാഹചര്യങ്ങളെയും ഉപേക്ഷിക്കണം. യാക്കോബ് 1:20 പരിശുദ്ധാത്മാവ് പറയുന്നു, എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ എന്ന്. യോഹന്നാൻ 15:3 യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. പാപത്തിൽ നിന്ന് വിട പറയണമെങ്കിൽ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണമെങ്കിൽ, നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോട് ആത്മാർത്ഥമായി ക്ഷമിക്കണമെങ്കിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, അവർക്ക് നന്മകൾ ചെയ്യണമെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് കൂടിയേ തീരൂ. ദൈവത്തിൻ്റെ വചനം നാം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പാപം ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.